US ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് 4% കുറച്ചിരിക്കുന്നു. ഇത്തരത്തിലൊരു നടപടി വളരെ കാലത്തിന് ശേഷം ഇതാദ്യമായാണ്. അപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ആദിൽ കൂടി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ആദിൽ, ഗുഡ് മോർണിംഗ് മനു, വിനിഷ. എന്തുകൊണ്ടാണ് അതിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് US ഫെഡറൽ റിസർവ് പോയിരിക്കുന്നത്? യുഎസിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ പ്രതിസന്ധികളുണ്ട് എന്ന് പലതരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. ഈ ആഗോള ചുങ്കമുണ്ടല്ലോ, പ്രതികാര ചുങ്കം, ഇതിങ്ങനെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ട്രംപിന്റെ ആ നടപടികൾ യഥാർത്ഥത്തിൽ യുഎസിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ആഘാതം ഉണ്ടാക്കുന്നു എന്ന വിലയിരുത്തലുകളൊക്കെ പല ഘട്ടങ്ങളിൽ പുറത്തു വന്നിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണല്ലോ ഇപ്പോൾ ഈ പലിശ നിരക്ക് ഫെഡറൽ റിസർവ് കുറച്ചിരിക്കുന്നത്. അവർ പറയുന്നത് എന്താണ്? മനു, വിനിഷ, യുഎസിന്റെ സമ്പദ്ഘടന വലിയ പ്രതിസന്ധിയിലൂടെ തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ് യുഎസിന്റെ ഫെഡറൽ റിസർവിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അടിസ്ഥാന പലിശ നിരക്ക്, യുഎസിലെ അടിസ്ഥാന പലിശ നിരക്ക് 4% കുറച്ചുകൊണ്ട് 4%-ൻ്റെയും 4.25%-ൻ്റെയും ഇടയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ദീർഘനാളത്തെ ഏകദേശം 9 മാസത്തോളം എടുത്തിട്ടുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാം, യുഎസിൻ്റെ സമ്പദ്ഘടന നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ പ്രത്യേകിച്ച് തൊഴിൽ മേഖല, തൊഴിൽ വിപണിയിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ളൊരു നടപടിയുമായിട്ട് റിസർവിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. നമുക്കറിയാം, യുഎസിൻ്റെ കേന്ദ്ര ബാങ്ക് കുറച്ചധികം നാളുകളായിട്ട് യുഎസിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പറ്റിയിട്ട് വലിയ ആശങ്കകൾ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലെ നേട്ടങ്ങൾ ഗണ്യമായിട്ട് കുറയുന്നു എന്നുള്ളതും, അതുപോലെ പണപ്പെരുപ്പം കൂടുന്നു എന്നുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ആശങ്കകൾ ഈ കേന്ദ്ര ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. അതിലൊരു കണക്കുകൾ സൂചിപ്പിക്കുകയാണെങ്കിൽ ഈ 2025 ജൂലൈയിൽ 4.2% തൊഴിലില്ലായ്മ നിരക്കെങ്കിൽ ഒരു മാസത്തിനപ്പുറം ഓഗസ്റ്റിലേക്ക് എത്തുമ്പോൾ 4.3% അത് വർദ്ധിച്ചു. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ജൂലൈ മാസത്തിൽ 75,000-ഓളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച യുഎസിനകത്ത് ഈ ഓഗസ്റ്റിലേക്ക് എത്തുമ്പോൾ 22,000-ആയിട്ട് അത് ചുരുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ സമാന സാഹചര്യമാണ് പണപ്പെരുപ്പത്തിലും സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളൊരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ നിലവിൽ കേന്ദ്ര ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന്, യുഎസിൻ്റെ ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ളൊരു നടപടി, പലിശ നിരക്ക് കുറയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിദ്യാഭ്യാസ, വ്യക്തിഗത, വാഹന വായ്പകളിലെ പലിശ നിരക്ക് ഗണ്യമായി കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് ബാങ്കുകളുടെ പലിശ നിരക്ക് കൂടെ, ഈ ക്രെഡിറ്റ് കാർഡുകളുടെ പലിശ നിരക്ക് കൂടെ ഗണ്യമായി കുറയാൻ സാധ്യതയുണ്ട്. ഒപ്പം ഈ പറയുന്ന രൂക്ഷമായിട്ട് യുഎസിൻ്റെ സമ്പദ്ഘടനയെ ബാധിക്കുന്ന ഈ തൊഴിൽ പ്രതിസന്ധികളെ, ഈ തൊഴിൽ മേഖലയിലെ, തൊഴിൽ വിപണിയിലെ പ്രതിസന്ധികളെ ഒരു തരത്തിൽ പരിഹരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ദീർഘനാളത്തെ ചർച്ചകൾക്കൊടുവിൽ ഇത്തരത്തിലുള്ളൊരു തീരുമാനവുമായിട്ട് US ഫെഡറൽ രംഗത്ത് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്ന ആദ്യഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് പലിശ നിരക്ക് കുറയ്ക്കണമെന്നുള്ളത്. ദീർഘനാളായിട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് ട്രംപ് എടുത്തിട്ടുള്ള നടപടികളുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു സൈഡ് എഫക്റ്റ് എന്നുള്ള നിലയ്ക്കാണ് ഈ പറയുന്ന യുഎസിൻ്റെ സമ്പദ്ഘടന വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടമുണ്ടായത്. അതിന് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ട്രംപ് തന്നെ മുന്നോട്ട് വച്ചിരുന്നതാണ് കുറേ അധികം കാലങ്ങളായിട്ട് ഈ പറയുന്ന പലിശ നിരക്ക് കുറയ്ക്കുക എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു സമ്പദ്ഘടനയുടെ പലിശ നിരക്ക് കുറയ്ക്കുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും അവിടെ മണി ഫ്ലോ വലിയ രീതിയിൽ വരുമെങ്കിലും അത് ഈ പറയുന്ന രീതിയിൽ രാജ്യത്തിൻ്റെ വരുമാനത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ യുഎസിന്റെ സാഹചര്യത്തിൽ പലിശ നിരക്ക് കുറക്കാതെ നിവർത്തിയില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യം അമേരിക്ക നേരിടുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ US ഫെഡറൽ റിസർവ്, നമ്മുടെ റിസർവ് ബാങ്കിന് സമാനമായ സംവിധാനമാണ് അവർ പലിശ നിരക്ക് കുറച്ചിരിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തലതിരിഞ്ഞ നയങ്ങളാണ് ഇപ്പോൾ അവരുടെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ ആഘാതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഒരു വിലയിരുത്തലുകൾ പലതരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്.